മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. ബി.ജെ.പിക്ക് ആശങ്കകൾ ഏറെയാണ് സംസ്ഥാനത്തുള്ളത്. ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാലേ ഭരണം നിലനിർത്താനാവൂ എന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. പ്രധാന കാരണം വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതാണ്. കണക്കുകളൊന്നും ബി.ജെ.പിക്കോ സഖ്യകക്ഷികൾക്കോ അനുകൂലമല്ല. അജിത് പവാറിനെ കൊണ്ട് സഖ്യത്തിന് ഗുണമില്ലെന്നാണ് ബി.ജെ.പിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റുകൾ നൽകുന്നത് കുറയ്ക്കാനാണ് തീരുമാനം. ഇത് എൻ.ഡി.എ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഓരോ മേഖല തിരിച്ചു നോക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ ഷോക്ക് നേരിടേണ്ടി വരുമെന്നാണ് സൂചന. പശ്ചിമ മഹാരാഷ്ട്ര, വിദർഭ, മറാത്ത്വാഡ എന്നീ 3 മേഖലകളിൽ ഇന്ത്യ സഖ്യം മുന്നിലെത്തി. പശ്ചിമ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് 47.8% വോട്ട് ലഭിച്ചത്. എൻ.ഡി.എക്ക് 43.2%ത്തിലേക്ക് ഒതുങ്ങി. 6 സീറ്റുകളിൽ ഇന്ത്യ സഖ്യവും 4 സീറ്റുകളിൽ എൻ.ഡി.എയും ഇവിടെ വിജയിച്ചു. വിദർഭയിൽ 6 സീറ്റും 46% വോട്ടും ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു. എൻ.ഡി.എക്ക് 37% വോട്ടും 4 സീറ്റുമാണ് ലഭിച്ചത്. മറാത്ത്വാഡ ഇന്ത്യ സഖ്യം തൂത്തുവാരി. ഇവിടെ 9-ൽ 8ഉം ഇന്ത്യ സഖ്യത്തിനാണ്. 44% വോട്ട് ലഭിച്ചു. താനെ, കോങ്കൺ, മുംബൈ, നോർത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മാത്രമാണ് വോട്ട് ശതമാനത്തിൽ എൻ.ഡി.എ മുന്നിൽ നിന്നത്. അവിടെയെല്ലാം ഇന്ത്യ സഖ്യവും ബി.ജെ.പിയും തമ്മിലുള്ള വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ല. ഉത്തര മഹാരാഷ്ട്രയിലും മുംബൈയിലും ഇന്ത്യ സഖ്യത്തിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. 43.7% വോട്ട് ഇന്ത്യ സഖ്യം നേടിയപ്പോൾ എൻ.ഡി.എ 43% വോട്ട് നേടി. 29 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു. എൻ.ഡി.എ 18-ൽ ഒതുങ്ങി. കോൺഗ്രസും എൻ.സി.പി ശരത് പവാറും ശിവസേന ഉദ്ധവ് കടുത്ത പ്രകടനം കാഴ്ചവെച്ചു. നിലവിൽ ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിലുണ്ട്. തോൽവിയുടെ സൂചനകളാണ് ലഭിക്കുന്നത്. ഒക്ടോബറിലായിരിക്കും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനൊപ്പം തന്നെ നടന്നേക്കും. ബി.ജെ.പി മഹാരാഷ്ട്രയിൽ മുതിർന്ന നേതാക്കളെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനെയാണ് തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പം റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനും ചുമതലയുണ്ട്. 2019-ൽ ബി.ജെ.പിക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുക്കുന്നതിൽ ഇവർ രണ്ടുപേരും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ എൻ.സി.പിക്കുമാണ് ഏറ്റവും നിർണായകം. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും മഹാവികാസ് അഘാടി സഖ്യം ഭരണത്തിലേറുന്നത് എന്നത് നിസ്സംശയം പറയാൻ കഴിയും.